ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ എന്ന് വരുമ്പോൾ തന്നെ ഇന്നും ഞാൻ വരുന്നത് നടിയിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ പരിപാടി ഇന്ന് നടിയിൽ തന്നെയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഇന്ന് മൊത്തത്തിലൊരു ക്ലീനിങ്ങും പിന്നെ ഒരു നടിയിലും കൂടിയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നടുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം മുമ്പ് കപ്പ വിളവെടുത്തിരുന്നല്ലോ. കപ്പ വിളവെടുത്തപ്പോൾ അതിൻ്റെ കമ്പ് ഞാൻ നടാമെന്ന് വിചാരിച്ചു. ഈ കപ്പ നടാൻ ഇനി പ്രത്യേക ടൈമൊന്നുമില്ല. നമുക്ക് കപ്പ നടാനുള്ള സൗകര്യവും സ്ഥലവും നനക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പം കപ്പ നടാം. ഞാൻ അങ്ങനെ നട്ട് വിളവെടുക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മൊത്തത്തിൽ കപ്പ നട്ട് കഴിഞ്ഞ് കപ്പ അങ്ങ് ആളായി വന്ന് തീർന്നു പോകില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നട്ടാൽ നമുക്ക് എല്ലാ മാസവും കപ്പ വിളവെടുക്കാമല്ലോ. അങ്ങനെ ഒരു ഗുണം അതിനുണ്ട്. അപ്പം ഞാൻ കപ്പ നടുന്നത് നിലത്തല്ല കേട്ടോ. നിലത്ത് ഞാൻ കപ്പ നട്ടിട്ട് തൊപ്പിട്ട് പോയിക്ക്. ഞാൻ നിലത്ത് കപ്പ നട്ടിട്ട് വിളവെടുക്കാൻ പോകും. വിളവെടുത്ത് ആ കൂടത്തിൻ്റെ ചുറ്റും ഒന്നും ഒരടയാളും ഇല്ല. എലി തിന്നതും പെരിച്ചായി മാന്തിയിട്ടും ഒരടയാളും ഉണ്ടാവില്ല. നല്ല ഉഷാറിൽ ഞാൻ കത്തിയും കൈക്കോട്ടും ഒക്കെ എടുത്ത് മാന്തി നോക്കുമ്പോൾ അടിയിൽ ഭയങ്കര ദ്വാരം ഉണ്ടാക്കിയിട്ട് തീർത്തിട്ടുണ്ടാവും. കലാപരമായിട്ട് തിന്നിട്ടുണ്ട്. കാരണം മേൽഭാഗം അങ്ങനെ തന്നെ വെച്ച് ഉള്ളിത്തൊക്കെ തീർത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇനി ചാക്കിലാണ് നടുന്നത്. ചാക്കിലാകുമ്പം പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ നട്ട ചാക്കത്തൊന്നും തിന്നിട്ടൊന്നുമില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചാക്കിൽ നടാൻ പോവുക കപ്പ. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. എന്നാൽ വരി നമുക്ക് കപ്പ നടാലോ. ഞാൻ കപ്പ നടുന്ന ഇതിലാണ്, ഈ ചാക്കിലാണ്. ഇത് സിമെൻറ്റ് ചാക്കല്ല. ഇതെന്താണെന്നറിയാം, ആമസോണിൽ ഇവിടേക്ക് സാധനം വന്നിരുന്നു. അപ്പം അതിൻ്റെ ഈ കവറിലാണ് വന്ന്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചോ, ഇത് എനിക്ക് കപ്പ നടാൻ എടുക്കാം. നമ്മൾ പശുവിനെ പോറ്റുന്ന പോലെ തോട്ടത്തിലിറങ്ങി കുറേ പുല്ല് കണ്ടാൽ അവർക്ക് പെരുന്നാളായിരിക്കും. നമുക്ക് പുല്ലുണ്ടാകുമല്ലോ പശുവിനെ പോറ്റാൻ, വെട്ടിക്കൊണ്ടുവരാമല്ലോ. അതുപോലെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. കാരണം കപ്പ നടാലോ, അത് വേഗം എടുത്തുവെച്ചിരുന്നു. അങ്ങനെ ഈ ചാക്ക് ഞാൻ 2 അറ്റും അവിടെ കൂട്ടിക്കെട്ടി. ഈ അറ്റും കൂട്ടിക്കെട്ടി, ഈ അറ്റും കൂട്ടിക്കെട്ടി. പിന്നെ ഒരു ഹോൾസ് ഉണ്ടാക്കി ചെറുത്. വെള്ളം ഇനി മുതൽ നനക്കണമല്ലോ. ഇവിടെ മഴ പെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അതുകൊണ്ട് ഇതങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കെട്ടുള്ളിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ പിന്നെ എഴുത്തുകളൊന്നുമില്ല. കുറച്ച് വലുപ്പും വിസ്താരവും ഉണ്ട്. പിന്നെ കപ്പ നടുന്നത് പറഞ്ഞാൽ വിസ്താരമാണ് വേണ്ടത്. ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഹൈറ്റുള്ളിൽ നിറച്ചിട്ടിടുങ്ങ അത് മറിച്ചിട്ട് നടുവിൽ ഹോൾസ് ഇടുക, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇതിനൊന്നും പറ്റൂല. ഇത് നല്ല വിസ്താരമായിട്ട് കുറവാണ്. ഇത് കപ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലുള്ള ബാഗാണ് ഇത്. അങ്ങനെ ഞാൻ ഇതിലാണ് നടാൻ പോകുന്നത്. ഇനി ഇതിൽ ഞാൻ പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ. കപ്പ കുറേ സാധനം നിറക്കേണ്ടിയല്ലേ. അപ്പം താഴെ നിലത്തും തന്നെ നിറക്കണം. വേറെ സ്റ്റൂളുമേലൊന്നും വെക്കാൻ പറ്റൂല. ഞാൻ അടിയിലേ കുറച്ച് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഞാൻ കച്ചറകൾ എന്ന് പറഞ്ഞാൽ തോട്ടം വൃത്തിയാക്കി അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ കമ്പൊക്കെ വെക്കുക, അവിടെ വെക്കട്ടെ. എന്നിട്ട് വേണം കുറച്ച് മണ്ണിടാൻ. എനിക്കിതൊക്കെ എവിടുന്നാണ് കിട്ടിയെന്നറിയാം. ഞാൻ തോട്ടം വൃത്തിയാക്കിയപ്പോൾ കുറേ ഭയങ്കരമായിട്ട് പുല്ലിങ്ങ് നിറഞ്ഞിനി. അപ്പം ഞാൻ ചെത്തി കോരി പുല്ലൊക്കെ ചാക്കിലിട്ടങ്ങ് നിറച്ച് വെച്ചേനി. എനിക്ക് കപ്പ നടാനും അല്ല പച്ചക്കറി നടാനും എടുക്കുക നല്ലൊരു വളമാണ്. ഈ പുല്ല് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ധാരാളം പോഷക ഘടകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണല്ലോ ഇതുണ്ടാവുന്നത്. ആ പുല്ലിനെയാണ് നമ്മൾ മണ്ണിലേക്ക് ഇടുന്നത്. അപ്പം മണ്ണ് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാവും. പിന്നെ ഇതെൻ്റെ ചൂലുണ്ടാക്കിയതിൻ്റെ ഈർക്കിളിൻ്റെതൊക്കെ. ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചതാ. എപ്പം കുറച്ച് മണ്ണ് ഇടണം. അങ്ങനെ കുറച്ച് മണ്ണ് നല്ല വേഗം വളമാവുള്ളൂ. മണ്ണിട്ട് കഴിഞ്ഞു. മണ്ണ് കുറച്ചിട്ടോ, കുറച്ചേ ഉള്ളൂ. എനിക്ക് ഒരു 90% ഞാൻ വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് മണ്ണിടലില്ല. ഇത് തോട്ടത്തിൽ നിന്ന് എടുത്ത പുല്ലൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ചൂലുണ്ടാക്കിയപ്പോൾ ചൂലിൻ്റെ ഈർക്കിലി അങ്ങ് എടുത്താൽ പിന്നെ ബാക്കി ഭാഗം കുഴഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ചാക്കിൽ കെട്ടിവെച്ച് ഞാൻ കപ്പ നടുമ്പോൾ നല്ലൊരു വളമാണ്. അപ്പോൾ കപ്പ നടുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ചാക്കിൽ കെട്ടിവെച്ചേനു. ഇതൊന്നും നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്താം. ചൂല് മട്ടൽ
തോട്ടത്തിലുള്ള മട്ടലിങ്ങ് എടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് എടുക്കുക, ചൂലുണ്ടാക്കുക, അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ വളവും എടുക്കുക. നല്ല ഉപകാരമുള്ളത് അതൊക്കെ. ഇപ്പം ഞാൻ അതിട്ടതിന് ശേഷം കുറച്ച് മണ്ണിടുക. മണ്ണിട്ടാലേ ഇത് വേഗം വളമാവുള്ളൂ. മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്, നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. നല്ല ജീവികൾ ഇതൊക്കെ വളമാക്കി മാറ്റുള്ളൂ. ഇത് വിഘടിപ്പിച്ചിട്ട് വേഗം വളമാക്കി മാറ്റും. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഇത് ഇട്ടതൊന്നും നമ്മൾ കാണുക മണ്ണായിട്ടുണ്ടാവും, നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ മണ്ണ് ഉറക്കൂര, പാറ പോലെ ഉറക്കൂര. ഇപ്പോൾ നമ്മൾ കപ്പക്കോല് നിർത്തിയ വേഗം വേരുണ്ടായിട്ട് വേര് തടിച്ച് വരുന്നതാണല്ലോ കപ്പ കിഴങ്ങാവുന്നത്. നിങ്ങളെ ഭാഗത്തൊക്കെ കപ്പ തന്നെയല്ലേ പറയുക? പൂളാന്ന് പറയുന്നവരുണ്ട്, മരിച്ചീനി എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ കപ്പ എന്നാട്ടോ പറയുക. അങ്ങനെ കുറച്ച് മണ്ണ് കുറച്ച് ഇത് ഇങ്ങനെ മാറി മാറി ഇട്ട് കഴിഞ്ഞ് കപ്പക്ക് നല്ലതാ വെണ്ണീര്. ഇനി ഞാൻ വെണ്ണീരിടട്ടെ. ഇതിൽ ഈർക്കിളില്ലായിട്ടാട്ടോ സുഖമായിട്ട് നറുക്കാനാവുന്നത്. ഈർക്കിളുണ്ടെങ്കിലാവൂര, കൈ കുത്തുക. ഈർക്കിലൊക്കെ ഇട്ട് നല്ലൊരു വളമാണ് പോലും. ഇനിയും മണ്ണ് ഇടുക. മണ്ണ് കൈകൊണ്ട് തന്നെ അങ്ങ് ഇട്ടുന്നത്. എന്നോട് ഗ്ലൗസ് ഇടണം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഗ്ലൗസിൻ്റെ അടുത്ത് ഉണ്ടാണു, പക്ഷെ എനിക്കെന്തൊരു സുഖമില്ലായി ഗ്ലൗസ് ഇട്ടാൽ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പാമ്പുണ്ടോ അതുണ്ടോ നല്ലോണം നോക്കുന്നുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കണേ. ഞാൻ ഗ്ലൗസ് ഇട്ടില്ല വിചാരിച്ചിട്ട്. വെണ്ണീര് നല്ലതാ. ചാണകം ഇട്ടാ കയ്പെന്നൊക്കെ കയ്പായെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എൻ്റെ അടുത്ത് ചാണകമല്ല, അതുകൊണ്ട് ഞാൻ ചാണകം ഇടലില്ല. വെണ്ണീരുണ്ട്, ഞാൻ വെണ്ണീരിടട്ടെ. എന്താ വെണ്ണീര് നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കപ്പക്ക് എന്ന് പറഞ്ഞു. വെണ്ണീരൊക്കെ ഞാൻ മഴേൻ്റെ മുമ്പേ എടുത്ത് വെച്ചതാ. ഇപ്പം കുറച്ച് നനഞ്ഞീണ്, ചാക്കിന്ന് നനഞ്ഞതാ. മണ്ണിടട്ടെ. മണ്ണീര് അതിങ്ങനെ നിറച്ച് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ലെവല് ചെയ്യണം. എന്നാൽ ഗ്രോ ബാഗും ലെവലിൽ നിൽക്കും. നമുക്കാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും വളം എത്തുകയും ചെയ്യും. ഇനിയും ഇടാൻ പോകുന്നത് ഈ ചകിരി തന്നെ, ചകിരിയല്ല, ഈ ഈർക്കിളിൻ്റെ പട്ട. ഇത് കുറേ ദിവസമായതോട്ടോ, ഒന്നും ആയില്ല, മഴ കൊള്ളിച്ചില്ല. അതന്നെ ഇതിൻ്റെ വളർച്ചയൊക്കെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് കപ്പ നടാം കേട്ടോ. മണ്ണ് തന്നെ വേണമെന്നില്ല, മണ്ണില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ മണ്ണ്, കുറച്ച് മണ്ണ് വേണം ഇതിനെ വളമാക്കാൻ വേണ്ടിയിട്ട്. അമർത്തി കൂത്തി അങ്ങ് അമർത്തി നിറച്ചു ഇട്ടാൽ പിന്നീടൊന്നും ചെയ്യണ്ട. നിങ്ങളൊക്കെ എങ്ങനെ കപ്പ നടലെന്നൊക്കെ ഒന്ന് പറയണേ. ഞാനിങ്ങനെ കുറേ നട്ടിനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വെണ്ണീരൊക്കെ അങ്ങോട്ട് കപ്പക്ക് വെണ്ണീര് ഫസ്റ്റാ. നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല വണ്ണം വെക്കും. ഞാൻ നടാൻ പോകുന്ന ഒരു പ്രത്യേക തരം കപ്പയാ, കപ്പക്കൊമ്പ. ഞാൻ കാണിച്ചു തരാം. ഞാനില്ലേ കുനിഞ്ഞ് മടുത്തു. ഞാൻ സ്റ്റൂൾ മേലേക്ക് തന്നെ വെച്ചു. ഔര ഞാൻ നിറച്ചും പിന്നെ ഇട്ടതാട്ടോ. ഇതൊരു മട്ടലിൻ്റെ ഫുള്ളുണ്ട്. ഇത് വേഗം വളവും. ഇതിന് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് അമരൂ. നമ്മളിങ്ങനെ നനച്ചൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അത് ചീഞ്ഞ് വളമായി മാറി ഒന്ന് അമരും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കിയതാ. ഇതാ ഇതിന് വെയിറ്റ് കുറയും, കാരണം ഇതിൽ മണ്ണ് കുറച്ചേ ഉള്ളൂ. പിന്നെയുള്ള വെയിറ്റ് എന്താ അറിയോ? വെണ്ണീര് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അതാ അത് കുറച്ചൊരു വെയിറ്റ് എനിക്ക്. ഇതിന് ഇവിടുന്ന് എനിക്ക് പുറത്ത് കൊണ്ടുപോകണോ? ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാ. നിറച്ച് പൊട്ടി മിക്സ് ഇട്ടിട്ടോ, കുറച്ച് മണ്ണ്, പിന്നെ പുല്ല്, വെണ്ണീര്, പിന്നെ മട്ടലിൻ്റെ ഓലക്കണ്ണി. ഞങ്ങളിവിടെ ഓലക്കണ്ണി എന്നാണ് പറയുക കേട്ടോ. അതിൻ്റെ ഈർക്കിളി അങ്ങ് എടുത്ത് മാറ്റിയതാ. എല്ലാത്തിലേക്ക് കുത്തി നിറച്ചു. കണ്ടാൽ ഭയങ്കര വലുപ്പവും ഹൈറ്റും തോന്നുന്നുണ്ടാവും. എന്നാൽ ഇതൊക്കെ ഒന്നുമില്ല, കുറച്ച് ഞങ്ങൾ വരും.
നല്ല അടിപൊളി കപ്പ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. വളർച്ച വരുമ്പോൾ തന്നെ നമുക്ക് തിരിയൂ. അതിൻ്റെ ഇല വരുമ്പോഴേ നമുക്ക് തിരിയൂ ഇതെങ്ങനെ ഉണ്ടാകുന്ന കപ്പയാണോ ഒക്കെ നമുക്ക് തിരിയൂ. ഇനി ഞാൻ കപ്പ നടാൻ പോകുക കേട്ടോ. കപ്പ നടുമ്പോൾ മേലെ കപ്പക്കൊമ്പ് വെക്കുമ്പോൾ അതിന് കുറച്ച് മണ്ണ് വേണം. അതിനൊന്നും ഒപ്പിക്കൽ പറ്റൂല, അതിന് കുറച്ചധികം മണ്ണ് തന്നെ വേണം. ഞാനെല്ലാം ബക്കറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റ് കേട്ടോ. ഞാൻ അടിച്ചു വാരി ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് നിറഞ്ഞ് കൂമ്പാരായി വെച്ചാൽ അതിലൊക്കെ പിടിച്ച് വളമായി മാറിയിട്ടുള്ള അവിടുന്ന് ഞാൻ കോരി എടുത്തത്. ഇപ്പം മൊത്തം അത് വളം തന്നെയാണ്. ഇനി ഞാൻ എന്താക്കുമെന്ന് അറിയാം, നനച്ച് കൊടുക്കും. വേറെ ഞാനൊന്നും ചെയ്യൂല, വേറെ വളമൊന്നും ഇട്ട് കൊടുക്കൂല. പിന്നെ പ്രധാനമായിട്ട് എന്തെങ്കിലും എലിയൊക്കെ പരിശോധിക്കാൻ വരും. നമ്മൾ വരുന്നതിന് മുമ്പ് ആൾക്കാരുണ്ട് പരിശോധിക്കാൻ. എന്താ നല്ല അടിപൊളി എല്ലാ കപ്പ നടാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി. നിങ്ങളിങ്ങനെയൊക്കെ നടുന്നപ്പം പറഞ്ഞു തരണം കേട്ടോ. എൻ്റേത് ഇങ്ങനെ. പക്ഷെ എനിക്ക് നല്ലോണം കപ്പ കിട്ടലും ഉണ്ട്. ചിലപ്പം കുറയൂ, അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഭാഗ്യം പോലെ നിൽക്കും. നല്ല ആരോഗ്യമുള്ള നല്ല കരുത്തുള്ള കൊമ്പാണെങ്കിൽ നല്ല വേര് വരും, കിഴങ്ങുണ്ടാവും. ഇതും നല്ല കരുത്തുള്ളത് തന്നെയാണ്. ഇനി ഞാൻ കപ്പ കൊമ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതാ കപ്പക്കൊമ്പ്. ഞാൻ മെനിയാന്ന് വിളവെടുത്തതായിരുന്നു ഇത്. അപ്പം ഈ ഒരു കമ്പ് അടിഭാഗത്തുള്ളത് മാത്രമേ ഞാൻ കട്ട് ചെയ്തുള്ളൂ. ബാക്കി ഞാൻ ഒഴിവാക്കിയത് 4 എണ്ണം. ഇന്ന് 2 എണ്ണം നടും. 2 എണ്ണം ഞാൻ പിന്നൊരു ദിവസമേ നടുള്ളൂ. എല്ലാം കൂടി എനിക്കാവൂല. ഇത്ര വലിപ്പേ വേണ്ടൂ, ഈ വണ്ണും വലിപ്പവും. പിന്നെ നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഇവിടെ ഒരു സാധനമല്ലേ, ഇത് മേലോട്ടായിരിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ നടാൻ പാടില്ല. ഇങ്ങനെ ഇത് ഞാൻ നടട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നട്ട് കഴിഞ്ഞു. മണ്ണിര കണ്ട് ഞാൻ പേടിച്ചു, പാമ്പയ്ക്കുന്നു വിചാരിച്ച്. നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടും. അങ്ങനെ ഒരു കപ്പ നട്ട് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത് നടട്ടെ. അടുത്ത് ഞാൻ നടുമ്പോൾ കാണിക്കുന്നുള്ളൂ. അത് പോട്ടി മിക്സ് നടക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് അതും. 2 കപ്പക്കമ്പ് ഞാൻ പെർമനൻ്റ് ആയിട്ട് നട്ടു. 4 എണ്ണമാണല്ലോ ആകെ ഉണ്ടായിരുന്നത്. ഈ 2 എണ്ണം ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ചെറിയൊരു ഗ്രോ ബാഗിലേക്ക് നടുക. എന്നിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ വലിയ ബാഗ് ഉണ്ടാക്കി പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലേക്ക് മാറ്റും. മുളയൊക്കെ വന്നിട്ട് ഇന്ന് നട്ട ഗുണം കിട്ടും. 4 ഇന്ന് തന്നെ നട്ട പോലെ തന്നെ ഉണ്ടാവും. ഇപ്പം ഒഴിവാകുന്നതിനനുസരിച്ച് ഞാൻ ഇത് നട്ടു കൊടുക്കും. ഇന്നിപ്പോൾ എൻ്റെതൊക്കെ ചടപടാന്നാ. കാരണം വലിയാന്ന് അത് കപ്പ വിളവെടുത്തു. 4 കമ്പും എടുത്തു. 4 എണ്ണവും ഞാൻ അപ്പം നട്ടു. 2 എണ്ണം പിന്നെ പെർമനൻ്റ് പോട്ടെ. ഇത് ഞാൻ നടുന്നുകൾ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഒഴിപോലെ ഞാൻ നടും. ഇപ്പം ഞാൻ മറ്റേ കാണിച്ചു തരാം കേട്ടോ. ഇതാ ആ 2 എണ്ണം അടുത്തുനിന്ന് കണ്ടോളൂ. ഇതാ മണ്ണിട്ടിട്ട് അങ്ങ് വെച്ച് കൊടുത്തതാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടുക. ഇനിയിപ്പോൾ ഇതിന് വേര് വരും, മുള വരും, അന്നത്തേക്ക് മാറ്റിയാൽ മതി. മണ്ണോട് കൂടെ അങ്ങ് മാറ്റും ഞാൻ. ബാക്കി 2 എണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, പുറത്തേക്ക് മുറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇത് ഞാൻ എൻ്റെ പെർമനൻ്റായിട്ട് നട്ടതാ. എൻ്റെ മണ്ണിൻ്റെ കളറ് കണ്ടോ, അത് കരിയിലെ കമ്പോസ്റ്റൊക്കെ ആയിട്ടാട്ടോ. ഇതൊക്കെ എൻ്റെ മുമ്പ് നട്ട കപ്പ ചാക്കിൽ നട്ട്. ഇതാളായി വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് മെല്ലെ മെല്ലെ ഒരു വാളാവും. അപ്പം നമുക്ക് എപ്പം കപ്പ തിന്നാലോ. കപ്പ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ കടയിൽ നിന്നൊന്നും നമ്മൾ കപ്പ വാങ്ങണ്ട. ഇത് റോഡ് സൈഡാട്ടോ, റോഡ് സൈഡിലാണ് നട്ടത്. റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്കെപ്പം വൃത്തിയാക്കിയും ചെയ്യാം. റോഡ് സൈഡ് കാട് പിടിക്കൂല. കണ്ടില്ലേ, കപ്പ ഉഷാറായിട്ടുണ്ട്. ഇതൊക്കെ ചാക്കിൽ നട്ട കപ്പയാ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള നിലത്ത് നട്ട കപ്പ പോലെ ഇത് നനക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. എന്താ ഉഷാറായിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലം ഒഴിവുണ്ട്, അങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റിയതാ. കണ്ടില്ലേ റോഡ് ഇത്രയും ഭാഗമുണ്ട്. ഇങ്ങനെ അറ്റത്ത് വെച്ച് കൊടുത്തതാ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. 4 കപ്പയും ഞാൻ നട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.